നമസ്കാരം, എല്ലാവർക്കും ലേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് ലഡു ആണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് ലഡു ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് 200 ഗ്രാം ഓട്സ്, 150 ഗ്രാം ശർക്കര, 1 ഗ്ലാസ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുറച്ച് നട്ട്സും മുന്തിരിയാണ്. നമുക്ക് ഈ ഓട്സ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓട്സിൻ്റെ ഒരു പച്ച മണം ഇപ്പോൾ മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിറ്റ് കൂടെ ഒന്ന് വറുത്ത് കൊടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് ഇത്രയും പൊടിച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന നട്ട്സ് നമുക്ക് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ മറ്റു നേരത്തെ എടുത്തൊരു ശർക്കര ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇന്ന് ഉരുക്കിയെടുക്കരുത്. ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, 2 സ്പൂൺ വെള്ളം മതി. അല്പം ഏലക്കപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഓപ്ഷണലാണ്, ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി. ഒരു മണത്തിന് വേണ്ടിയാണ് ഞാൻ ചേർത്തത്. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സും മുന്തിരിയും ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം നമ്മൾ വെച്ചിരുന്ന ഓട്സ് അതും ഇട്ട് കൊടുക്കുകയാണ്. വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് മിനിറ്റ് സമയം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പാത്രത്തിനൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് സമയം തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് അമർത്തി ഇതുപോലെ ഇത് നേരത്തെ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.